ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളവിയിലൂടെയാണ് ഉള്ളത്. അപ്പോൾ മാളവിയുടെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ചെയ്ത വർക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ആ വീഡിയോയിലേക്ക് പോവാം. കളർ അന്നേരം മനസ്സിലുണ്ടായിരുന്നോ അതോ? ഇല്ല, ഈ കളർ ഇല്ലായിരുന്നു, ഒരു വയലറ്റ് കളറായിരുന്നു. അപ്പം ഞാൻ വണ്ടി കയറ്റിയപ്പോൾ തന്നെ അവര് പറഞ്ഞു വയലറ്റ് കളർ എന്തായാലും ഓൾട്ടോയ്ക്ക് മാച്ച് ആവത്തില്ല. അത് മാത്രമല്ല, എന്തോ ഒരു വണ്ടി ആ കളർ ഉണ്ട്, നമുക്ക് വേറൊരു കളർ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കളർ സെലക്ട് ചെയ്യാൻ തന്നെ ഒരു 2 മാസം ടൈം എടുത്തു. അങ്ങനെ പിങ്ക് ഷെയ്ഡിലോട്ട് വന്നപ്പോഴും പറഞ്ഞു ഓൾറെഡി പിങ്ക് കളർ ഉണ്ട്, പക്ഷെ പിങ്ക് എന്ന് പറഞ്ഞാല് ഷെയ്ഡ്സിന് പല പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മള് നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്തൊരു പേൾ ഉണ്ട്. അതാ വെയിലത്തും വെട്ടത്തും കിടന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. വീഡിയോസിനകത്താണേലും അത്ര എക്സാക്ട് കളർ നമുക്ക് കിട്ടത്തില്ല. നേരിട്ട് ഒന്ന് കണ്ടാൽ ആ കളർ എന്താണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ സ്റ്റിക്കർ അടിക്കണമെന്ന് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ പിങ്ക് ആയപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ കുറെ ആനിമയുടെ ഒക്കെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ആനിമയുടെ ഒക്കെ ആണെങ്കിൽ മിക്ക എല്ലാരും കാണുന്നൊന്നുമല്ല, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ഇപ്പം കാർട്ടൂൺ ഒക്കെ ആണെങ്കിൽ അമ്മമാർക്ക് പോലും അറിയാം, പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണുന്നുണ്ട്, അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കാർട്ടൂൺ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പിങ്ക് പാന്തർ എന്നുള്ള വന്നത്. പിന്നെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കുന്നത് വണ്ടി വീട്ടിൽ തന്നെ ഇട്ടേക്കണം, പുറത്തിറക്കല്, MVD പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നേക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അതെന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ. നമുക്ക് എന്തായാലും അറിയാം, നമ്മളിപ്പം ഇത് വണ്ടി ചെയ്തിട്ടാണ് MVD പിടിക്കുക എന്നുള്ളൊരു ചിന്ത നമ്മൾ അതിന് മുന്നേ നമുക്കറിയാം, എന്തായാലും പിടിച്ചിട്ടുണ്ട്, നമ്മൾ അതെല്ലാം കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ പണിഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ്, ഇത് വണ്ടി ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ പുറത്തിറക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു നിയമം വെച്ചിട്ടാണ് ഇത്രയും പ്രോബ്ലംസ് കാര്യങ്ങൾ ഇല്ല. മറ്റുള്ള കൺട്രീസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത് അവിടെ ലീഗലാണ്. നമുക്ക് ആ ഒരു വണ്ടി മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേപ്പർ വർക്ക് കാര്യങ്ങൾ, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാം ലീഗലി. പക്ഷെ ഇവിടുത്തെ ഒരു നിയമം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ആ പാട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ കളർ ചേഞ്ചിങ് ചെയ്യാം. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഡോറിൽ ഗ്രാഫിക്സ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ബോഡി കളർ മറയാത്ത രീതിയിൽ ചെയ്തേക്കുന്ന ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് RTO ഓഫീസ് വഴി കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിലവിലുള്ള അലോയ് ഇടാൻ പറ്റും, പക്ഷെ ഒരു വൺ സൈസ് കമ്പനി ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് മോഡൽ ഇറക്കുന്നുണ്ട്, അതിന്റെ ഒരു ടോപ്പ് മോഡൽ ഇറക്കുന്നുണ്ട്. ആ ഒരു ടോപ്പ് മോഡലിനകത്ത് അലോയ് വീൽസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ബേസിനകത്ത് ഒരു 12 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് മോഡലിനകത്ത് ഒരു 13 ഇഞ്ച് ആയിരിക്കും അലോയ് വീൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അപ്സൈസ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല, ലീഗലി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി പ്രിഫർ ചെയ്യുന്ന അലോയ് വീൽസ് തന്നെ യൂസ് ചെയ്യാവുള്ളതുള്ളൂ, കമ്പനി വീൽസ്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എടുത്തിടുകയെന്നുണ്ടെങ്കിൽ നേരെ ടേപ്പ് ആയിട്ട് വരിക, അടക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പം നമുക്ക് ആ ഒരു വണ്ടിക്കകത്ത് ചെയ്ത വർക്കുകളെ കുറിച്ച് ചോദിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഐഡിയ? അത് നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായത് അതുപോലെ ചെയ്യാൻ മീൻസ് എക്സാക്ട് അതുപോലെ വേണമെന്നില്ല, അവരുടേതായ ഐഡിയയിലും കൂടെ ചെയ്ത് തന്നാൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് വരുമ്പോൾ പിക്സലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫോൺ വഴി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോണിനകത്ത് ആപ്പിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ്, ട്രൈ കളർ തന്നെ ഫോഗ് ലൈറ്റ് ചെയ്തേക്കുന്നത്. ട്രൈ കളറാണ്, ഫോഗ് ലൈറ്റും ട്രൈ കളറാണ്. നമ്മുടെ ഹെഡ്ലൈറ്റിനകത്ത് ഒരു പ്രൊജക്ടർ വരുന്നുണ്ട്, അതും ട്രൈ കളറാണ് ചെയ്തേക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഫ്രണ്ട് സ്കേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അത് കസ്റ്റം സ്കേർട്ട് അങ്ങനെ ചെയ്തെടുപ്പിച്ചതാണ്. പിന്നെ മെയിൻ ആൾട്ടോയ്ക്കകത്ത് ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലി എല്ലാവരും മെഷ് ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 പീസ് ലൈൻ പോലെ ചെയ്തേക്കുക. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു യൂണീക്ക് വെറൈറ്റി ആയിട്ടാണ് അത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലാതെ എന്നോട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 4G കാർബൺ ആ ഒരു ബാറിനകത്ത് കൊടുത്തിട്ടുണ്ട്, ചെയ്തേപ്പോണ്ട്. പിന്നുള്ളത് നമ്മുടെ ആ ഒരു ഇതാണ് സ്മോക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അത് അതിന്റെ മാത്രം പ്രൈസ് അറിയാൻ പറ്റും? കാര്യം ഒരുപാട് പേരുടെ അടുത്ത് എൻക്വയറി. അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 15-16 വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സിലിണ്ടർ റീഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? അത് സിലിണ്ടർ നമുക്ക് റീഫിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ നിലവിൽ ഞാൻ തിരക്കിപ്പോ അറിഞ്ഞത് നമുക്ക് കൊച്ചിയിൽ മാത്രമേ അത് അവൈലബിൾ ഉള്ളൂ. അതും ആ ഒരു സിലിണ്ടർ നമുക്ക് നിറയ്ക്കാൻ ഒരു
250-300 റുപ്പീസ് ആവുന്നുള്ളൂ. അത്രയും കോസ്റ്റ് ആവും. നമുക്ക് എത്ര ഷോട്ട് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും? അത് എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 or 6 അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് റീഫിൽ ചെയ്യണം. അപ്പൊ പിന്നെ നമുക്ക് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീഫിൽ ചെയ്യാൻ ഇവിടുന്ന് അവിടെ വരെ പോകേണ്ടി വരും. കുറച്ച് ഇതാണ് എക്സ്പെൻസ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഇത് കണ്ടിട്ട് ഒരുപാട് ഒരു വണ്ടിക്ക് അത് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോണ്ട്. ബ്രോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാരും തിരക്കുന്നുണ്ട് പർജീറ്റിന്റെ റേറ്റും എല്ലാം. അപ്പൊ ഈ ഒരു പർജീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം. ഇപ്പം എറണാകുളം ബേസ് ആയിട്ട് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈസിയാണ്, ഒന്ന് റീഫിൽ ചെയ്യുക. നമ്മളെ പോലെ ഇത്ര ലോങ് ആയിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫ്രണ്ട് വ്യൂ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പിന്നെ ആന്റി ഗ്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡും ഫ്രണ്ടിലും നമ്മൾ ആന്റി ഗ്ലെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ത് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ അലോയ്സ് വരുമ്പോൾ ഏതാ ബ്രാൻഡ് വരുന്നത്? എനിക്ക് റെപ്ലിക്കയാണ് വരുന്നത് അല്ലേ? പിന്നെ ടയർ സൈസ് വരുമ്പോൾ ഏകദേശം 185/50 R40 ആണ് വരുന്നത്. അപ്പൊ ഇത് ലോവർ ചെയ്തിട്ടില്ല, ലോവർ സ്പ്രിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കോബ്രയുടെ ചെയ്തേക്കുന്നത്. അപ്പൊ അത് എന്തോ കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം അറിയാവോ? അത് നമുക്ക് ആ ഒരു ടോട്ടൽ ബില്ലാണ്. ഇത് ബോഡി തട്ടല് അങ്ങനെ ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കാര്യങ്ങളൊന്നും ഇല്ല. ഒത്തിരി ലോഡ് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിലും മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 2 അത്രേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിലും അത്രയും വെയിറ്റ് ഉള്ളത് കയറാതിരുന്ന ഇച്ചിരി ഇതായിട്ട് നിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എയർ ചെയ്യേണ്ട. എന്താ പറ്റി എയർ ചെയ്യാനായിട്ട്? ബഡ്ജറ്റ് നമുക്ക് ആയി വന്നപ്പോ തന്നെ അത്യാവശ്യം നല്ലപോലായി. ഞാൻ അതോടെ ചെയ്ത അതിന്റെ ഉണ്ട്. പിന്നെ വരുമ്പോ എല്ലാം ഇപ്പം ട്രെൻഡായിട്ട് ഇരിക്കുന്ന ബാറ്റ്മാന്റെ ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റം ചെയ്തെടുത്തേക്കാം, കപ്പല്ല വെച്ചേക്കണം, കപ്പാട്ട് കിട്ടത്തില്ല. പിന്നെ അതിനകത്ത് ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ട് അതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്രാഫിക്സ്, പിങ്ക് പാന്തറിന്റെ ഗ്രാഫിക്സ് ചെറിയ രീതിയിൽ കൊടുത്തേപ്പോണ്ട്. അപ്പൊ ഇത് വർക്ക് ചെയ്ത ഒരു എക്സ്പ്രോടെക്കിന്റെ പേര് ബാഡ്ജ് കൊടുത്തേപ്പോണ്ട് അതിനകത്ത്. പിന്നെ സൈഡ് സ്കേർട്ട് ചെയ്തേപ്പോണ്ട് അല്ലേ? ഇത് വരുമ്പോ ഹോണ്ട സിറ്റിയുടെ സ്കേർട്ടില്ലായിരുന്നു അല്ലേ? പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് വണ്ടിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിങ്ക് പാന്തർ എന്നുള്ള ഒരു ഗ്രാഫിക്സ്, ഐഡന്റിറ്റി കൊടുക്കുന്ന ഒരു ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു ഫിനിഷിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ കോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരും വന്ന് ഇളക്കാനോ അല്ലെങ്കിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഗ്ലേസ് ആയിട്ട് നല്ല ഗ്ലേസിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എല്ലാം ഈ ഒരു ക്യാപ്പിലെല്ലാം ഫോർജ്ഡ് കാർബൺ, നമ്മുടെ ഹാൻഡിലെല്ലാം നമ്മൾ ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡ് പ്രൊഫൈൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ റൂഫിൽ വരുമ്പോ പിയാനോ ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒരു PPF ചെയ്താലോ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ബ്ലാക്ക് PPF. പിന്നെ വിചാരിച്ചു PPF വേണ്ട, നമുക്ക് പെയിന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ വണ്ടിക്ക് അത് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു വണ്ടിക്ക് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഗ്ലോസി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു റിയർ എൻഡിലോട്ട് പോവാം. സ്പോയിലർ കൊള്ളാമല്ലോ, വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തത്. നമ്മളെ ആദ്യം ഇതല്ല അവര് കാണിച്ചത്, അത് വെച്ചപ്പോ ഒരുമാതിരി ഭയങ്കര ഓവറായിട്ട് ഇരിക്കുന്നു, ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും അത്യാവശ്യം കൊള്ളാം. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് വെച്ച് അങ്ങ് ചെയ്തതാണ്. അധികം ആൾട്ടോയ്ക്ക് അതൊന്നും കണ്ടിട്ടില്ല ഈ ഒരു മോഡല്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വൈപ്പർ ചെയ്തിട്ടുണ്ട് അല്ലേ? റിയർ വൈപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ടെയിലാണ് ചെയ്തേക്കുന്നത്. ടെയിൽ കസ്റ്റം ചെയ്ത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കിട്ടത്തില്ല, അത് കസ്റ്റം ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു സൈഡിൽ ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫ്യൂസറിന്റെ ഒരു കിറ്റ് പോലെ ചെയ്തേപ്പോണ്ട്. പിന്നെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടല്ലേ? എക്സോസ്റ്റ് അല്ല, വാൽവട്രോണിക്. അപ്പൊ ബ്രാൻഡ് വരുമ്പോ ബൊർലയുടെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ റിയർ എൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ആ ഒരു ഇന്റീരിയറിൽ എന്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ക്യാബിനകത്തോട്ട് നോക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് വീൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിഫ്റ്റിന്റെ Type 2 ആണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. അതിൽ സ്റ്റിച്ചിങ്ങും പിന്നെ ഫോർജ്ഡ് കാർബണും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ നമ്മള് ഈ പാനൽ ഫുള്ള് നമ്മള് ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീരിയോ അതെ, ഫ്രോങ്സിന്റെ സ്റ്റീരിയോ നമ്മള് വെച്ചേക്കുന്നത്. പിന്നെ വരുമ്പോ RPM മീറ്റർ ഡെഫിയുടെ ആണ് ചെയ്തേക്കുന്നത്.
പിന്നെ നമ്മുടെ ഒരു വണ്ടിയുടെ നമ്മളുള്ള ഒരു ബാഡ്ജ് ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സീറ്റ് ആവല്ലേ, സീറ്റ് കവർ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത്. പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. എനിക്ക് ആ ഒരു വണ്ടിക്ക് അത് കയറി ഇരുന്നപ്പോൾ നല്ലൊരു കംഫർട്ട് തോന്നി. കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് നോർമൽ തന്നെയാണ് ചെയ്തേപ്പുണ്ട്. പിന്നെ നമുക്ക് ഗിയർ നോബ്. സാധാരണ എല്ലാരും കുപ്പി അതല്ല മാറ്റി വെക്കുന്നത്. കുപ്പിയല്ല എല്ലാരും വെക്കുന്നതല്ല, നമ്മള് വെറൈറ്റിക്ക് ചേഞ്ച് ചെയ്ത് നോർമൽ. അതെ, നമ്മൾ സീറ്റ് ബെൽറ്റും സ്പാർക്കോടെ സീറ്റ് ബെൽറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് ലൈറ്റ് ആണ്. റൂഫ് ലൈറ്റ് ചെയ്തേപ്പുണ്ട്. സീലിംഗ് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പല ടോണായിട്ട് ഇങ്ങനെ നിൽക്കുമോ? നമ്മള് റിമോട്ട് കൺട്രോളാണ് അതെല്ലാം ചെയ്യുന്നത്. കളർ ചേഞ്ചിങ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ആക്സസ് ഉണ്ടോ ചെയ്യാനായിട്ട്? അത് റിമോട്ട് ഉണ്ടോ? റിമോട്ട് ഇപ്പൊ കയ്യിലില്ല. ഇല്ല. നമ്മൾ സ്പീഡോമീറ്റർ വരുമ്പോ തന്നെ അതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതും ഫോണിൽ തന്നെയാണ്, ബ്ലൂടൂത്ത് വഴി. നമ്മൾ ഫ്രണ്ടില് ഹെഡ്ലൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞില്ല, ആ സെയിം ആപ്പിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. പല കളർ നമുക്ക് പല മോഡ് നമുക്ക് ഓൾറെഡി അതിനകത്ത് തന്നെ സേവ്ഡ് ആണ് പല മോഡ്. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. പവർ വിൻഡോയുടെ സൈഡിൽ വരുമ്പോൾ നമ്മൾ എല്ലാരും നോർമൽ ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ചെയ്യുന്നത്. നമ്മൾ തവേറയുടെ സ്വിച്ച് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നമുക്ക് എഞ്ചിൻ സൈഡിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തേക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്? നമ്മൾ എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ പെർഫോമൻസ് എയർ ഫിൽറ്റർ ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ചെയ്തേക്കുണ്ടല്ലേ? എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് പൈപ്പാണ് ചെയ്തേക്കുന്നത്. സ്ട്രൈറ്റ് പൈപ്പിനകത്ത് എൻഡിയാനും ഡോർലയുടെ വാൽവട്രോണിക് ചെയ്തേപ്പുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ മൈലേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അങ്ങനെ ഓടിച്ച് നോക്കിയിട്ടില്ല. അത്യാവശ്യം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ വണ്ടിക്ക് ഇതാ വെച്ചേക്കുന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം കിട്ടുന്നുണ്ട് മൈലേജ്. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഡ്രോപ്പ് ആവുന്നൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു എഞ്ചിൻ സൈഡിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ബ്ലാക്ക് ഔട്ട് അടിച്ചേപ്പുണ്ട്, ബ്ലാക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്തേപ്പുണ്ട്. അപ്പൊ ഇത്രയും വർക്കൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തേക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.